എന്താ സ്പെഷ്യൽ ഇതാ നല്ല ആവി പറക്കണ പൂ പോലത്തെ നെയ്ച്ചോറ് ഇട്ടോ. യെസ്, നല്ല അടിപൊളി നെയ്ച്ചോറ് ഇതാ ഇങ്ങോട്ട് എടുക്കുക. ഇതിലേക്ക് കറി നല്ല ചീര, നല്ല നാടൻ ചീരയും പരിപ്പും കുത്തി കാച്ചിയ കറി അത് ഒഴിക്കുക. എന്താ പരത്തി ഒഴിക്കുക. ഈ കോംബോ ഇഷ്ടപ്പെടുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. അതിലേക്ക് ഇതാ നല്ല ചിക്കൻ പൊരിച്ചത്. നെയ്ച്ചോറ് നല്ല പൂ പോലത്തെ നെയ്ച്ചോറ് എന്ന് പറഞ്ഞു, ഫൈൻ. പക്ഷേ ആദ്യം തന്നെ ഒഴിച്ചത് പരിപ്പും ചീരയോ അങ്ങനെ എന്തോ ഒരു കറി. ഞാൻ ആദ്യമായിട്ട് കാണും നെയ്ച്ചോറിന് അങ്ങനത്തെ ഒരു കറി. നമ്മുടെയൊക്കെ തൃശ്ശൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ നെയ്ച്ചോറിനും ഇറച്ചിക്കറി മസ്റ്റ്, അതിൽ വേറെ കോംപ്രമൈസ് ഇല്ല. പിന്നെ സൈഡായിട്ട് ഈ ഇറച്ചിക്കറിയിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല പരിപ്പടച്ചത്, അതായത് പരിപ്പ് ഈ പറഞ്ഞ പോലെ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരച്ചിട്ട് അത് ഈ പരിപ്പിൽ ചേർത്ത് കടുക് താളിച്ചതിൽ ഒഴിക്കും. അത് ഈ നെയ്ച്ചോറും പിന്നെ ഇറച്ചിക്കറിയും കൂട്ടിക്കുഴക്കുന്ന ഒരു കോമ്പിനേഷൻ ഭയങ്കരമാണ്. പക്ഷേ ഇത് എനിക്ക് കണ്ടപ്പോൾ സത്യം പറയാലോ ജാസ് ഭയങ്കര വീടായിട്ട് തോന്നി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മലപ്പുറത്തൊരു സുഹൃത്ത് എനിക്കുണ്ട്. പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ പരിപ്പ് അവിടെ ഇല്ല. അവനൊക്കെ പരിപ്പ് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ, എൻ്റെ ഫ്ലാറ്റിൽ വരുമ്പോഴാണ് നെയ്ച്ചോറും ഇറച്ചിക്കറിൻ്റെ ഞാൻ പരിപ്പ് ഉണ്ടാക്കുമ്പോൾ അവരൊക്കെ പരിപ്പ് കഴിക്കണം. അവരുടെ നാട്ടിൽ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പരിപ്പും ചീരയും കൂടി ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് കാണട്ടോ. ഇത് കാണുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ ഈ നെയ്ച്ചോറിൽ പരിപ്പും ചീരയും എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ആ ചിക്കൻ പൊരിച്ച് നോക്കിയാൽ അത് അക്സെപ്റ്റബിൾ ആണ്, പപ്പടം അക്സെപ്റ്റബിൾ ആണ്. ജാസിന്റെ എല്ലാ കുക്കിംഗ് വീഡിയോസും ഞാൻ കാണാറുണ്ട്. കാരണം ആ പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് പറയും നല്ല അടിപൊളി ചോറുണ്ട്. സാധാ പുഴുങ്ങലരി ചോറിന് എന്ത് ഇത്ര അടിപൊളി ഇത്ര ബിൽട്ടപ്പ് എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കാണാൻ രസമാണ്. പക്ഷേ ഇത് നോട്ട് അക്സെപ്റ്റബിൾ.